കാട്ടാനയുടെ ചവിട്ടേറ്റ് വയനാട്ടിലെ ഒരു ജീവൻ കൂടി പൊലിഞ്ഞു. അട്ടമലയിലെ ആദിവാസി യുവാവ് ബാലകൃഷ്ണനാണ് കൊല്ലപ്പെട്ടത്. ഉരുൾപൊട്ടലുണ്ടായ ചൂരൽമലയിൽ നിന്ന് ഇന്നലെ രാത്രി വീട്ടിലേക്ക് നടന്നു പോകുന്നതിനിടെ കാട്ടാന ആക്രമിക്കുകയായിരുന്നു. 2 ദിവസത്തിനിടെ ആനയുടെ ആക്രമണത്തിൽ 2 ജീവനാണ് പൊലിഞ്ഞത്. നിങ്ങൾ ഇവിടെ കോട്ട പള്ളീന്റെ അടുത്തായിരുന്നോ താഴെയായിരുന്നോ? പള്ളീന്റെ അടുത്ത്. ബാലൻ എന്തിനാ അങ്ങോട്ട് പോയത് താഴേക്ക്? എന്താ ഞങ്ങൾക്കറിയില്ല. നിങ്ങളെ കൂടെ തന്നെ അല്ലായിരുന്നു താമസിച്ചിരുന്നത്? റാട്ടക്കുണ്ട് പോലുണ്ടോ? പോലില്ല. പണി ഇവിടെ തന്നെയാ? കാപ്പി പറയാ. ഈ ബാലൻ എങ്ങോട്ടാ പോയത്? ആരെ നോക്കി പോയതാ? പണിക്ക് പോയതാണോ അല്ലെങ്കിൽ ആ താഴത്തെ കോളനി പഴയ സ്ഥലത്തേക്ക് പോയതാണോ? അല്ല, അവിടുന്ന് പിന്നെ ഇങ്ങോട്ട് തിരിച്ചു വന്നതാ. തിരിച്ചു വരികയായിരുന്നു. ഇരുട്ടായിരുന്നു അപ്പോഴേക്ക്? ഇരുട്ടായിരുന്നു. രാത്രി വരാത്തപ്പോ നിങ്ങള് നോക്കിയില്ല, അവിടെ തന്നെ ഉണ്ടാവും വിചാരിച്ചോ? അങ്ങനെ വിട്ടു. ഇനി രാവിലെ പിന്നെ അറിയുന്നു. അപ്പൊ നിങ്ങൾ കുറച്ച് ആൾക്കാർ ഇപ്പോഴും താഴെയുള്ളത്? അത് പിന്നെ താഴെയുള്ളത്. ആന ഇടയ്ക്കിടയ്ക്ക് ഉണ്ടോ ഈ ഭാഗത്തൊക്കെ രാത്രി? ഉണ്ട്, രാത്രി ഒക്കെ ഉണ്ട് ഇടയ്ക്കിടയ്ക്ക്. ഈ ബാലൻ എങ്ങോട്ട് പോയതാ രാത്രി? അത് താഴെ വെച്ചു വന്നിച്ചു ഇങ്ങോട്ട് നമ്മളെ നോക്കാൻ വന്നതാ. താഴെ പോയിട്ട് തിരിച്ചു വന്നതാ? തിരിച്ചു വന്നതാ. നിങ്ങൾ എല്ലാരും ഇപ്പൊ ഈ ക്വാർട്ടേഴ്സിലാണോ? ഇവിടെയാണോ? ഇവിടെ നമ്മൾ 2 കുടുംബ, പിന്നെ താഴെ 3 കുടുംബമുണ്ട്. നമ്മൾ മാറ്റിക്കാമ ഇവിടെ. എന്നിട്ട് അങ്ങന്നു തിരിച്ചു വന്നപ്പ ഇതിയാൻ വന്നു. നമ്മൾ കണ്ടിച്ചേരാ രാവിലെ വന്നു. നമ്മൾ കണ്ടിച്ചു അവിടെ പോയി പറഞ്ഞു കൊടുത്തു. നിങ്ങളാണോ കണ്ടത്? നമ്മൾ തന്നെ കണ്ടത്. നമ്മളും ഈ ചെറിയ കുട്ടികളും രാവിലെ അവിടുന്ന് വന്നപ്പ. ആന എപ്പോഴും ഉണ്ടോ? ഇന്ന് മാറ്റിക്കാമേ വന്നു. ഇന്ന് രാത്രിക്ക് വന്നുതാൻ താഴെ വെച്ചു. രാത്രി ബാലൻ തിരിച്ചെത്താത്തപ്പോ നിങ്ങൾ താഴെ ആയിരിക്കും വിചാരിച്ചോ? ബാല്യൻ താഴെ അയക്കുന്നു. താഴെ അയക്കുന്നു. താഴെ വെച്ച് നമ്മളെ നോക്കാൻ വന്നിരിക്കുന്നു. എന്നിട്ട് അവിടേക്ക് വീട്ടിലേക്ക് വന്നിട്ടില്ല. എന്നിട്ട് വന്ന പാടെങ്കിൽ ഇവിടെയാ. കമൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. കമൽ, ദുരന്ത ബാധിത മേഖലയിൽ താമസക്കാരനായിരുന്നല്ലോ ബാലകൃഷ്ണൻ. അവിടെ നിന്ന് ഒഴിയാൻ പലവട്ടം പറഞ്ഞിരുന്നു എന്നും നമുക്ക് വിവരങ്ങൾ ലഭ്യമാണ്. വിശദാംശങ്ങൾ എന്താ? ഇവർ ചോലനായിക്ക വിഭാഗത്തിൽപ്പെട്ട ഗോത്ര വർഗ്ഗക്കാരാണ്. അവർ വനത്തിൽ തന്നെയാണ് സാധാരണഗതിയിൽ താമസിക്കുക. ഇവരുടെ ഏറാട്ടുകുണ്ട് ഉന്നതി എന്ന് പറയുന്നത് വനത്തിനകത്താണ്. അവിടെ നിന്ന് ഈ ദുരന്തത്തിന് ശേഷം അവരെ ഇവിടുത്തെ പള്ളിയുടെ അടുത്തുള്ള എസ്റ്റേറ്റ് പാടിയിലേക്ക് മാറ്റി താമസിപ്പിച്ചു. പക്ഷേ അപ്പോഴും 2-3 കുടുംബങ്ങളാണ് താമസിച്ചിരുന്നത്. ഈ ബാലൻ അവിടേക്ക് പോയി രാത്രി മടങ്ങി വരുമ്പോഴാണ് ഈ ആനയുടെ ആക്രമണം ഉണ്ടായത്. ഈ മേഖലയിൽ ഇപ്പോഴത്തെ ഒരു ജനജീവിത ഏതവസ്ഥയിൽ? ഇപ്പോഴത്തെ ജനജീവിതം എന്ന് പറഞ്ഞാൽ ഈ ഭാഗം, അതായത് നമ്മളെ വേലിപ്പാലത്തിൻ്റെ ഇപ്പുറത്തേക്ക് ഇവരെ ഒരു 5 കുടുംബം മാത്രമേ ഇവിടെ താമസിക്കുന്നത് നിലവിൽ. അപ്പോൾ ഇവരെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇന്നലെ രാത്രി പോയതാണ്. സാധനങ്ങൾ കൂടി തിരിച്ചു വരുന്ന സമയത്താണ് ഇങ്ങനെ ഇൻസിഡൻസ് സംഭവിച്ചിട്ടുള്ളത്. കുറുക്ക് വഴി കൂടെ പോയതാണോ? അല്ല, കുറുക്ക് വഴിയല്ല, അവരുടെ വഴി തന്നെയാണ് ഇത്. ശരിക്കും അവർ ഇതിലൂടെയാണ് പോവുക. നമ്മളെ പള്ളീൻ്റെ അത് സാറ് പറഞ്ഞ പോലെ ഈ പള്ളീൻ്റെ അത് കൂടെയാണ് പോയിക്കൊണ്ടിരുന്നത്. പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു കണ്ണ് ശരിക്കും കാണൂല. ഇവർ 4 പേരാണ് ഇന്നലെ രാത്രി സാധനം മേടിച്ച് തിരിച്ചു വന്നത്. ഈ താഴെയുള്ള കുടുംബങ്ങൾ ഇങ്ങോട്ട് മാറാൻ പറഞ്ഞിട്ട് കേൾക്കാത്തതാണോ ഈ ഏറാട്ടുകുണ്ടിൽ? അതായത് സാറേ, ഉരുൾപൊട്ടിയ സമയത്ത് ഇവരെ ഇങ്ങോട്ടേക്ക് മാറ്റിയിരുന്നു. പാടികളിലേക്ക്, ക്യാമ്പിലേക്ക് പോയിട്ട് ഇവർ തിരിച്ച് അവിടുന്ന് വന്നു. നമ്മൾ 6-ാം നമ്പർ പാടി എന്ന് പറഞ്ഞാൽ ഏകദേശം ഇവിടുന്ന് കണ്ടാൽ നമുക്ക് മനസ്സിലാകും. അവിടെയായിരുന്നു ഇത്രയും ദിവസം അവർ. ഇപ്പോൾ കുറച്ചായിട്ട് ഇവർ വെയിൽ വന്നപ്പോൾ കാലാവസ്ഥ മാറിയപ്പോൾ നേരെ അവരെ കോളനിയിലേക്ക് പോയിട്ടുണ്ട്. അവിടെയാണ് ഇപ്പോൾ താമസിക്കുന്നത്. അവിടുന്ന് മാറാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? പറഞ്ഞിട്ടുണ്ട്, അവരെ മാറ്റിയതുമാണ്. ഈ ഒരു മേഖലയിലെ ഒരു വന്യജീവി മനുഷ്യ സംഘർഷം എത്രത്തോളം രൂക്ഷമാണ് ഈ ഉരുൾപൊട്ടലിന്? അല്ല, ഇവിടെ ഉരുൾപൊട്ടലിന് ശേഷമല്ല, അതിന് മുമ്പേ വന്യജീവി പ്രശ്നമുള്ള ഏരിയയാണ് അട്ടമല, ചൂരമല പ്രദേശമൊക്കെ. ഇവിടെ പ്രശ്നം ഇവരെ കേസിൽ ഗവൺമെൻറ് ഇവരെ മാറ്റി പാർപ്പിക്കാൻ നോക്കിയിരുന്നു. പക്ഷേ നിങ്ങൾക്കറിയാം, ട്രൈബൽസിൻ്റെ ഒരു മുണ്ടക്കൈ ദുരന്തം ഉണ്ടായപ്പോഴും പിറ്റേ ദിവസം അവിടെ പോകണമെന്ന് പറഞ്ഞാൽ അവർക്കൊരു ഇതുണ്ട്. സംരക്ഷിച്ചു ഈ ആനകളിൽ നിന്നും മറ്റും വന്യജീവികളിൽ നിന്നും ദുരന്തം ഉണ്ടാവാതെ ഒരനുഭവം ഉണ്ടാകാതെ നോക്കുകയാണ് ആവശ്യം. അതിന് കേന്ദ്ര സർക്കാർ ഇടപെടേണ്ട കാര്യമുണ്ട്. കാരണം 42 കോടി രൂപയുടെ പാക്കേജ് കേന്ദ്ര ഗവൺമെൻറ്റിന് സംസ്ഥാന ഗവൺമെൻറ് കൊടുത്തിട്ടുണ്ട്. അത് നടപ്പിലാക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറായിട്ടില്ല. അതുപോലെ വിവിധ ഇപ്പോൾ ഫോറസ്റ്റിൻ്റെ നിയമങ്ങൾ എല്ലാം നമുക്ക് സംസ്ഥാന ഗവൺമെൻറ്റിനോ മറ്റും മാറ്റാൻ പറ്റാത്ത രീതിയിൽ വയനാട്ടിലെ ജീവിതം ദുരന്തമായിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ കേന്ദ്ര ഗവൺമെൻറ് ഇടപെട്ടുകൊണ്ട് ഇവിടുത്തെ മനുഷ്യരെ ഇപ്പം മരിക്കുമ്പോൾ നിങ്ങൾക്കറിയാം, അധികം തോട്ടം തൊഴിലാളികളും സാധാരണ താഴേക്കിടയിലുള്ളവരാണ് മരണപ്പെട്ടുകൊണ്ട്. കാരണം രാവിലെ 7 മണിക്ക് മസ്ട്രോളിലെത്താൻ 6 മണിക്ക് തൊഴിലാളികൾ ഇറങ്ങുമ്പോൾ അപ്പോഴാണ് വന്യജീവികളൊക്കെ ഈ ചെന്നായ്ക്കളുണ്ട്, എല്ലാം ഉണ്ട്. അതുകൊണ്ട് ജീവിക്കാൻ പറ്റാത്ത ഈ അവസ്ഥയിൽ നിന്ന് മാറ്റാൻ കേന്ദ്ര ഗവൺമെൻറ് വന നിയമത്തിൽ മാറ്റം വരുത്തിക്കൊണ്ട് ജനങ്ങൾക്ക് സുരക്ഷ നൽകണം.
അതാണ് ഈ വന നിയമത്തിന്റെ കാര്യമാണ് ഇടതുമുന്നണി നേതാക്കൾ ഉൾപ്പെടെ ഉന്നയിക്കുന്നത്. നിങ്ങളിപ്പോൾ എന്താണ് ആവശ്യപ്പെടുന്നത്? ഇവിടെ നിന്ന് മൃതദേഹം മാറ്റാൻ UDF എന്താണ് ആവശ്യപ്പെടുന്നത്? ഞങ്ങൾ ആവശ്യപ്പെടുന്ന ADM സ്ഥലത്തെത്തുക എന്നുള്ളത് തന്നെയാണ്. ADM സ്ഥലത്തെത്തി ഇവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒരു വ്യക്തത വേണം. കാരണം മുൻകാലങ്ങളിൽ തന്ന ഉറപ്പ് പോലെ ഈ ഉറപ്പും ജലരേഖയായി പോകാൻ പാടില്ല. എന്തൊക്കെയാണ് നിങ്ങൾ ഉന്നയിക്കുന്ന പോയിന്റ്സ്, പ്രധാന ആവശ്യങ്ങൾ എന്താ? ഇവർ ഒരുപാട് കാലമായിട്ട് ഇവർ താമസിക്കുന്നത് ഈ വനമേഖലയിലാണ്. കൃത്യമായ റോഡ് സംവിധാനം ഇവർക്കില്ല, വെളിച്ചം ഇവർക്കില്ല, മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളൊന്നും ഇവർക്ക് ഒരുക്കിയിട്ടില്ല. ഈ ദുരന്തമുണ്ടായിട്ട് പോലും ഈ ആളുകളെ മറ്റൊരിടത്തേക്ക് മാറ്റി പാർപ്പിക്കാനോ ഇവർക്ക് ആവശ്യമായ സംവിധാനങ്ങൾ ഒരുക്കാനോ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. അടിയന്തരമായിട്ട് ഇവർക്ക് മാന്യമായ രീതിയിൽ താമസിക്കാനും ഇവർക്ക് ജീവിക്കാനുമുള്ള ഒരു അവസ്ഥ ഉണ്ടാക്കണം എന്നുള്ളത് തന്നെയാണ്. അതിൻ്റെ കൂടെ തന്നെ ഞങ്ങൾ പറയുന്നത് മുൻകാലങ്ങളിൽ തന്ന ഒട്ടേറെ ഉറപ്പുകളുണ്ട്. ആ ഉറപ്പുകൾ ഇതുവരെ പാലിക്കപ്പെട്ടിട്ടില്ല. കുഞ്ഞവറാൻക മരിച്ചിട്ട് വർഷങ്ങളായി. കുഞ്ഞവറാൻക മരിച്ചപ്പോൾ ഇതുപോലെ തന്നെ വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ ഉണ്ടായതായിരുന്നു. ആ പ്രക്ഷോഭങ്ങൾ ഉണ്ടായ സമയത്ത് ഒരുപാട് ഉറപ്പുകൾ ഞങ്ങൾക്ക് നൽകിയതാണ്. ഈ മേപ്പാടിയിലെ വനമേഖലയിൽ കാടും നാടും വേർതിരിക്കാൻ ആവശ്യമായ പദ്ധതി അടിയന്തരമായി ഉണ്ടാക്കുമെന്നോ ആ പദ്ധതി നടപ്പിലാക്കുമെന്നുമാണ് അത് താമസമില്ലാതെ നടപ്പിലാക്കുമെന്നാണ് പറഞ്ഞത്. ഒരു സ്റ്റെപ്പ് പോലും മുന്നോട്ട് പോയിട്ടില്ല. ചോലമലയിലടക്കം നിരന്തരമായി കാട്ടാനകളുടെ ശല്യം ഇപ്പോഴും നിലനിൽക്കുകയാണ്. ഒരു സംവിധാനവും അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയിട്ടില്ല. അതുപോലെ തന്നെ വർഷങ്ങൾക്ക് മുമ്പാണ് ചുളക്കയിലെ മണിയേട്ടൻ എന്ന് പറയുന്ന ആൾ മരണപ്പെട്ടത്. എസ്റ്റേറ്റിലെ തൊഴിലാളിയായിരുന്നു. തൊഴിലെടുക്കാൻ പോകുന്ന സമയത്താണ് അയാൾ മരണപ്പെട്ടത്. അന്ന് സർക്കാർ നൽകിയ ഉറപ്പ് അദ്ദേഹത്തിന്റെ മകന് ജോലി കൊടുക്കുമെന്നാണ്. മനുപ്രസാദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ നിരവധി ഓഫീസുകൾ വർഷങ്ങളായി കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് വരെ ആ ചെറുപ്പക്കാരന് ജോലി കൊടുക്കാനോ ആ കുടുംബത്തെ സംരക്ഷിക്കാനോ സർക്കാർ തയ്യാറായിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ കാര്യത്തിലടക്കം കുഞ്ഞവറാൻഖാന്റെ കുടുംബത്തിന് നൽകിയ പാലിക്കപ്പെടണം. അതുപോലെ തന്നെ ഈ ജനവിഭാഗം ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ജനവിഭാഗമാണ്. ഇവർക്ക് ആവശ്യമായ സംരക്ഷണം ഒരുക്കാൻ സർക്കാർ തയ്യാറാവണം. അതാണ് പ്രധാനമായും ആവശ്യപ്പെടുന്നത്. ഇവരെ എങ്ങനെയെങ്കിലും മാറ്റിപ്പാർപ്പിക്കണം. മറ്റൊന്ന്, മുൻപ് കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ആളുകളുടെ കുടുംബങ്ങൾക്ക് നൽകിയ ജോലി ഉൾപ്പെടെയുള്ള ഉറപ്പുകൾ പാലിച്ചിട്ടില്ല, അത് പാലിക്കണം എന്നൊക്കെ ആവശ്യപ്പെട്ടാണ് ഇപ്പോൾ മൃതദേഹം കൊണ്ടുപോകാൻ അനുവദിക്കാതെ UDFന്റെ നേതൃത്വത്തിൽ ആംബുലൻസ് തടഞ്ഞു വെച്ചിരിക്കുന്നത്. ഇൻക്വസ്റ്റിന് ശേഷം ബാലന്റെ മൃതദേഹം ആംബുലൻസിൽ കയറ്റി ഇവിടെ തണലത്തേക്ക് മാറ്റി നിർത്തിയിട്ടുണ്ട്. പക്ഷേ കൊണ്ടുപോകാൻ UDF പ്രവർത്തകർ അനുവദിച്ചിട്ടില്ല. എന്താണെങ്കിലും ഇപ്പോഴും ഇവിടെ അനിശ്ചിതാവസ്ഥ നിലനിൽക്കുകയാണ്. നിങ്ങൾ എന്താണ് ആവശ്യപ്പെടുന്നത്? നമ്മൾ ആവശ്യപ്പെടുന്നത്, ഇവിടെ നിരന്തരമായിട്ട് വന്യമൃഗ ആക്രമണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വന്യമൃഗ ആക്രമണത്തിൻ്റെ ഇരകളായിട്ട് വരുന്ന ഏറ്റവും അടിസ്ഥാന ജനവിഭാഗങ്ങളാണ്, തൊഴിലാളികളും ആദിവാസികളും ഉൾപ്പെടെയുള്ള ആളുകളാണ്. ഇവർക്ക് ഈ ഇൻസിഡൻറ്റ് ഉണ്ടാവും ഒരു വാഗ്ദാനങ്ങൾ നാളെ ഇതുവരെ പാലിക്കപ്പെട്ടിട്ടുള്ള വയനാട്ടിൽ ഒരു സ്ഥലത്തും. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഇന്ന് ഈ മരണം നടന്നിട്ട് മണിക്കൂറുകൾ കഴിഞ്ഞിട്ട് റവന്യൂ അധികാരികൾ ഈ നിമിഷം വരെ ഇവിടെ എത്തിച്ചേർന്നിട്ടില്ല. ഇതൊരു പൊതുവിഭാഗത്തിലെ അല്ലെങ്കിൽ ഉന്നത കുലജാതൻ എന്നുള്ള പ്രയോഗം ഉണ്ടല്ലോ, അപ്പോൾ അതേമാതിരി ഒരാളാണെങ്കിൽ ഇവിടെ എല്ലാവരും ഓടിയെത്തിയിട്ടുണ്ടാവും. ഒരു പാവപ്പെട്ട സഹോദരൻ മരിച്ചിട്ട് ഈ നിമിഷം വരെ ജില്ലാ അധികാരികളോ റവന്യൂ അധികാരികളോ എത്താത്തത് തന്നെ ഗുരുതരമായ തെറ്റാണ്. അപ്പോൾ അവർ വന്നിട്ടുണ്ടെങ്കിൽ ബോഡി വിട്ടുകൊടുക്കും. പക്ഷേ അതിനുശേഷം അതിശക്തമായ സമരങ്ങളുണ്ടാവും. നടന്ന മരണങ്ങൾക്കൊന്നും അന്ന് പ്രഖ്യാപിച്ച് ഒരാനുകൂല്യം കുഞ്ഞവറാൻ മുസ്ലിയാർക്കോ അല്ലെങ്കിൽ മനുവിനോ അല്ലെങ്കിൽ ബാലനോ ഒന്നും കിട്ടിയിട്ടില്ല, കിട്ടാൻ പോകുന്നില്ല. അപ്പോൾ അതിനൊരു ശാശ്വതമായ പരിഹാരമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ വനത്തിനുള്ളിൽ താമസിക്കുന്ന ഒരുപാട് ആദിവാസി കുടുംബങ്ങളുണ്ട്. അവർക്ക് വനത്തിലുള്ള അവകാശങ്ങളൊക്കെ നിലനിർത്തിയിട്ട് അവരെ വനത്തിൽ നിന്ന് തുരത്താൻ പാടില്ല. അവരെ വനത്തിൽ തേനെടുക്കാനും വനോൽപ്പന്നങ്ങൾ എടുക്കാനുമുള്ള എല്ലാ അവകാശങ്ങളും നിലനിർത്തിക്കൊണ്ട് അവരെ സുരക്ഷിതമായ സ്ഥാനത്തേക്ക് അവരെ പുനരധിവസിപ്പിക്കണം, അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരണം. അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം. ഇപ്പം നിരവധി കുടുംബങ്ങൾ രാവിലെ കയറി വന്നതാണ്. അവർ പ്രാതൽ പോലും കഴിച്ചിട്ടുണ്ടാവില്ല. അവരുടെ ഭക്ഷണ കാര്യങ്ങൾക്ക് പോലും ഈ ഡിപ്പാർട്ട്മെൻറ്റോ ബാക്കിയുള്ളവരോ ഈ നേരം വരെ ഒന്നും ചെയ്തിട്ടില്ല. അത്തരത്തിലുള്ള മാനസികമായ കാര്യങ്ങൾക്കും ഈ കുടുംബത്തിന് അർഹമായിട്ടുള്ള നഷ്ടങ്ങൾ നൽകുന്നതിനുള്ള പരിഹാരം ഉണ്ടാവണം. അതാണ് ഈ ചോലനായിക്ക കുടുംബങ്ങൾ വനത്തിൽ നിന്ന് പുറത്തേക്ക് വരാൻ തയ്യാറല്ലെങ്കിൽ കൂടി അവർക്ക് താമസിക്കാൻ സുരക്ഷിതമായ സ്ഥലം ഒരുക്കി അവർക്ക് വനവിഭവങ്ങൾ തീർച്ചയായിട്ടും കമൽ, നമുക്ക് വർഷങ്ങളായി അറിയാം ചോലനായിക്ക വിഭാഗം പുരാതനമായ ഗോത്ര വിഭാഗത്തിൽ പെടുന്നവരാണ്. വളരെ ചുരുങ്ങിയ അംഗങ്ങൾ മാത്രമാണ് ഇപ്പോൾ നിലവിലുള്ളത്. പുറം ലോകത്തേക്ക് വരാൻ താല്പര്യം കാണിക്കുന്ന ഒരു വിഭാഗമല്ല. അവരുടെ ഉന്നമനം, പുനരധിവാസം എന്നൊക്കെ പറയുന്നത് എത്രത്തോളം ബുദ്ധിമുട്ടേറിയ പ്രയാസമേറിയ കാര്യങ്ങളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ വനത്തിൽ നിന്നും പറിച്ച് നഗരത്തിലേക്ക് കൊണ്ടുവന്ന് അവരെ മാറ്റി സ്ഥാപിക്കൽ അല്ല പുനരധിവാസത്തിനുള്ള ഒരു രീതി എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു എന്ന് തോന്നുന്നു. പകരം അവരുടെ ആവാസ വ്യവസ്ഥയോട് ഇണങ്ങുന്ന രീതിയിൽ തന്നെ സുരക്ഷിതമായി ജീവിക്കാനുള്ള സൗകര്യങ്ങൾ, പിന്തുണ അത് നൽകുകയാണ് വേണ്ടത്. ഒരു മരണം കൂടി കേരളത്തിൽ സംഭവിച്ചിരിക്കുകയാണ്. വയനാട്ടിൽ തന്നെയാണ്. 24 മണിക്കൂറിന്റെ വയനാട്ടിലെ 2ാമത്തെ മരണമാണ് സംഭവിച്ചിരിക്കുന്നത്. കമലാണ് വിശദാംശങ്ങൾ നൽകിയത്.